നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് ഇന്ന്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കർഷക രോഷം ശമിപ്പിക്കാൻ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പണം നീക്കിവെക്കുന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. ആദ്യ നികുതി ഇളവിന്റെ പരിധിയും ഉയർത്തിയേക്കും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകുമോ ബജറ്റിലുണ്ടാവുക? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. പാർലമെന്റിന്റെ 89ാമത്തെ ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. NDA സർക്കാരിന്റെ 6ാമത്തെ ബജറ്റാണ് ഇന്ന് 11 മണിയോടുകൂടി മന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിക്കുന്നത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇടക്കാല ബജറ്റോ ഓട്ടോൺ അക്കൗണ്ടോ ആണ് അവതരിപ്പിക്കാറെങ്കിൽ ഇത്തവണ സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ഭരണഘടന അനുസൃതമായി ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല എന്നാണ് ഈ രംഗത്തെ പ്രമുഖർ പറയുന്നത്. അതേസമയം ഒരു സർക്കാരിന്റെ കാലയളവിൽ 5-ലധികം സമ്പൂർണ്ണ ബജറ്റുകൾ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള പരാമർശം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കിടെയാണ് മന്ത്രി പീയൂഷ് ഗോയൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ചികിത്സയെ തുടർന്ന് വിദേശത്തായതിനാലാണ് പകരം മന്ത്രി ഗോയൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതേസമയം ഏറെ അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു ബജറ്റ് തന്നെയായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പൊതുവായ നിരീക്ഷണം. എന്തായാലും ബജറ്റ് അവതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ കഴിഞ്ഞിരിക്കുന്നു. 11 മണിക്ക് തന്നെ കൃത്യം ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം ഈ ബജറ്റിനെ ഏറെ ശ്രദ്ധേയമാക്കുന്ന നിരവധിയായ ഘടകങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ടത് 2019 എന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന പൊതുവിലയിരുത്തലാണ് ഉള്ളത്. അതിലേക്ക് വിശദമായി കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ആദായ നികുതി പരിധി ഉയർത്തുമോ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ അടക്കം BJP മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നുള്ളത് ആദായ നികുതി പരിധി 8 ലക്ഷം രൂപയാക്കി ഉയർത്തും എന്നുള്ളതായിരുന്നു. അതായത് ഒരു കുടുംബത്തിന് 8 ലക്ഷം രൂപ വരെയാണ് വാർഷിക വരുമാനമെങ്കിൽ അവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും, നികുതി നൽകേണ്ടതില്ല എന്ന നടപടി നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ BJPയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം. 2014 സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തതാണ്. അന്ന് 2 ലക്ഷമായിരുന്നു ആദായ നികുതിയുടെ പരിധിയെങ്കിൽ അത് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എന്നാൽ പിന്നീട് അവതരിപ്പിച്ച ബജറ്റുകളിലൊന്നും തന്നെ ഇത്തരത്തിൽ ആദായ നികുതി പരിധി ഉയർത്തുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുമില്ല. തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആദായ നികുതി പരിധി 3 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപ വരെയോ ആക്കി ഉയർത്തിയേക്കുമെന്ന തരത്തിലുള്ള ഒരു പൊതുനിരീക്ഷണമുണ്ട്. അങ്ങനെ ആദായ നികുതി പരിധി ഉയർത്തുകയാണ് എങ്കിൽ നിലവിൽ ഉയർന്ന പ്രായപരിധിയുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ആദായ നികുതി പരിധിയിൽ ഇളവുണ്ട്. അവരുടെ ഇളവ് എന്നത് നിലവിൽ ഇപ്പോൾ 3 ലക്ഷം രൂപ എന്നുള്ളതാണ്. സാധാരണക്കാരുടെ ആദായ നികുതി പരിധി ഉയർത്തുകയാണ് എങ്കിൽ സ്വാഭാവികമായും സീനിയർ സിറ്റിസണ് നൽകുന്ന ആനുകൂല്യവും ഉയർത്തേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി ചെയ്യുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആദായ നികുതി പരിധി ഉയർത്തുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്ന്, കാർഷികമായ മേഖലയിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, ഘടകകക്ഷികളുടെ അധിക സീറ്റ് അവകാശവാദങ്ങൾക്കിടെ UDF യോഗം ഇന്ന്. കേരള കോൺഗ്രസ് എം ഔദ്യോഗികമായും മുസ്ലിം ലീഗ് അനൌദ്യോഗികമായും ഉയർത്തിയ അധിക സീറ്റ് ആവശ്യം യോഗത്തിൽ ചർച്ചയാകും. നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പൂർത്തിയാകാൻ ഇടയില്ല. സീറ്റ് വിഭജനമാണ് ഇന്നത്തെ UDF യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഫെബ്രുവരി 20 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. പതിവ് തെറ്റിച്ച നേരത്തെ തന്നെ സീറ്റ് വിഭജന ചർച്ചയിലേക്ക് മുന്നണി കടക്കാനുള്ള കാരണം ഇതാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി സന്തോഷകരമായി UDFന്റെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടു. മുസ്ലിം ലീഗിന്റെയും മാണി വിഭാഗത്തിന്റെയും അധിക സീറ്റ് ആവശ്യത്തെ വിമർശിച്ച KPCC മുൻ അധ്യക്ഷൻ ഇതിനെ അത്യാർത്തി പിടിച്ചതും ഔചിത്യരഹിതവുമെന്നാണ് വിശേഷിപ്പിച്ചത്. മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയതിന്റെ കടുത്ത വേദനയിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ മോചിതരായിട്ടില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സുധീരൻ പറഞ്ഞു. നിലവിൽ
20 മണ്ഡലങ്ങളിൽ UDF വിഭജനം ഇങ്ങനെയാണ്: കോൺഗ്രസ് 15, മുസ്ലിം ലീഗ് 2, കേരള കോൺഗ്രസ് 1, RSP 1. ജനതാദൾ വീരേന്ദ്രകുമാർ വിഭാഗം വിട്ടുപോയതിനാൽ നേരത്തെ ഇവർക്കായി വിട്ടു നൽകിയ പാലക്കാട് സീറ്റ് മടക്കി കിട്ടും. 2009 17 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്ന 2 പാർട്ടികൾക്കായി 2014 2 സീറ്റുകൾ വിട്ടു നൽകുകയായിരുന്നു. RSPക്ക് കൊല്ലം തന്നെയെന്നും സ്ഥാനാർത്ഥി സിറ്റിംഗ് MP NK പ്രേമേന്ദ്രനെന്നും തീരുമാനമായതിനാൽ അതിൽ മാത്രം തർക്കമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ലീഗിൽ ധാരണ. 3ാമത്തെ സീറ്റ് ഏത് എന്ന് മുന്നണിക്കകത്ത് പറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാർട്ടിയുടെ ശക്തിക്ക് തുല്യമായ പ്രാതിനിധ്യം സീറ്റ് വിഭജനത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചാണ് ലീഗ് 3ാം സീറ്റിനായി വാദിക്കുന്നത്. കഴിഞ്ഞ തവണ JDU മത്സരിച്ച് പരാജയപ്പെട്ട പാലക്കാട് സീറ്റിലാണ് ലീഗിന്റെ കണ്ണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേടുന്ന സീറ്റുകളുടെ കണക്കുവെച്ചായിരിക്കും 3ാമതൊരു ലോക്സഭാ സീറ്റിന് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുക. LDFൽ CPIക്ക് ലഭിക്കുന്ന സീറ്റ് കണക്കുകളുമായി താരതമ്യം ചെയ്താണ് അവകാശവാദം. LDF തരംഗമുണ്ടായ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIക്ക് ലഭിച്ചത് 1060 സീറ്റുകൾ. പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും മുസ്ലിം ലീഗ് നേടിയത് 1877 സീറ്റുകൾ. എന്നാൽ CPIക്ക് 4 ലോക്സഭാ സീറ്റുകളും 27 നിയമസഭാ സീറ്റുകളും ലഭിക്കുമ്പോൾ മുസ്ലിം ലീഗ് 2 ലോക്സഭാ സീറ്റുകളിൽ ഒതുങ്ങുന്നു. വയനാട്, കാസർകോട്, കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലെ വോട്ട് കണക്കുകളും ലീഗ് UDFന് മുന്നിൽ വയ്ക്കും. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പാലക്കാട് ചോദിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. കഴിഞ്ഞ തവണ JDU മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ആരുമില്ലെന്നതും സാധ്യതയായി ലീഗ് കാണുന്നു. ചില സീറ്റുകളിൽ വിജയസാധ്യത കൂടും ഞങ്ങൾ മത്സരിച്ചാൽ എന്നൊക്കെയുള്ള അതിൻ്റെ റീസൺസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പറയുന്നതാണ്. ഞങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാക്കിയൊക്കെ ഞങ്ങൾ ഇനി UDFനകത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ചില യൂത്ത് ലീഗ് നേതാക്കളെ മുന്നിൽ നിർത്തി പാർട്ടിയിലെ ഒരു വിഭാഗം ഉന്നയിച്ച 3ാം സീറ്റ് ആവശ്യത്തോട് ആദ്യം മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ. 3ാം സീറ്റിന് അർഹതയുണ്ടെന്നും ആവശ്യപ്പെടുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞ് ET മുഹമ്മദ് ബഷീർ ഒരു മുഴം മുമ്പേ എറിഞ്ഞു. 3ാം സീറ്റ് ആവശ്യം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന്റെ ആയുധമായി മാറുന്നതുവരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് നേതൃത്വം ഉറച്ച തീരുമാനത്തിലേക്ക് നീങ്ങിയത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കേരള സംരക്ഷണ യാത്രയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. ഫെബ്രുവരി 14നാണ് ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ ആരംഭിക്കുക. ദക്ഷിണ മേഖലാ ജാഥ കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ ജാഥ കാനം രാജേന്ദ്രനുമാണ് നയിക്കുന്നത്. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും യോഗത്തിലുണ്ടാവും. RMP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്യും. വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ UDFനെ പിന്തുണയ്ക്കുന്ന നിലപാട് ഓഞ്ചിയത്തിന് പുറത്ത് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നും പൊതുസമ്മതനായ സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടേക്കും. രാവിലെ 11 മുതൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് യോഗം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി PK കുഞ്ഞനന്തന് ചട്ടങ്ങൾ മറികടന്ന് പരോൾ അനുവദിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അസുഖത്തിന്റെ പേരിൽ PK കുഞ്ഞനന്തന് അനധികൃതമായി സർക്കാർ പരോൾ അനുവദിക്കുന്നുവെന്നാണ് രമയുടെ ഹർജിയിലെ ആരോപണം. ഹർജി നേരത്തെ പരിഗണിച്ച കോടതി അസുഖമുണ്ടെങ്കിൽ പരോളല്ല ചികിത്സ നൽകുകയാണ് വേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിൽ വിശദീകരണം നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് PK കുഞ്ഞനന്തനും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ശബരിമല ദർശനത്തിന് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട ഹർജിയും ചിത്തിര ആട്ടവിശേഷത്തിന് ഇടയിൽ പോലീസുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് തൃശൂർ സ്വദേശിനി നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. ഹൈക്കോടതി നിയമിച്ച ശബരിമല നിരീക്ഷണ സമിതിയുടെ അന്തിമ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. CPM ഓഫീസിൽ കയറിയതിന്റെ പേരിൽ SP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്കൊരുങ്ങുന്നത് തടയാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതികളെ അടക്കം അറസ്റ്റ് ചെയ്യാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയ DCPയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഹർജിയിൽ പറയുന്നു. ഇത് തടയണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ആസ്ഥാനമായ പബ്ലിക് ഐ എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അധോലോക കുറ്റവാളി രവി പൂജാരി പിടിയിലായതായി സൂചന. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ നിന്നാണ് പൂജാരി പിടിയിലായത് എന്നാണ് വിവരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ഉൾപ്പെടെ
രവി പൂജാരിക്ക് പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മുംബൈ അധോലോകത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് നിരവധി കേസുകളിൽ പ്രതിയായി ഇന്ത്യയിൽ നിന്നും മാറി നിൽക്കുന്ന രവി പൂജാരി ആഫ്രിക്കയിൽ പിടിയിലായെന്നാണ് സൂചന. കഴിഞ്ഞ 15 വർഷങ്ങളായി രാജ്യത്തെ വിവിധ കോടതികളിൽ രവി പൂജാരിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂജാരി ഓസ്ട്രേലിയയിലുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ ഏറെ നാളായി കരുതിയിരുന്നത്. എന്നാൽ ഇയാൾ സെനഗലിൽ കഴിയുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് അടുത്തിടെ വിവരം ലഭിച്ചിരുന്നു. ബംഗളൂരു സിറ്റി പോലീസിന്റെ ആവശ്യപ്രകാരം രവി പൂജാരിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പൂജാരിയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നയതന്ത്ര തലത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മുംബൈയിലെ ചെമ്പൂരിൽ നിന്ന് രാജ്യത്തെ വിറപ്പിച്ച ഛോട്ടാ രാജന്റെ സംഘാംഗമായാണ് പൂജാരി അധോലോകത്ത് എത്തുന്നത്. 2000 മുതലാണ് സ്വന്തം സംഘമുണ്ടാക്കി രവി പൂജാരി വിവിധ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്തത്. മുംബൈ കേന്ദ്രീകരിച്ചാണ് പൂജാരി പ്രവർത്തിച്ചിരുന്നത്. പൂജാരിയുടെ അടുത്ത കൂട്ടാളികളായ വില്യം റോഡ്രിക്സ്, ആകാശ് ഷെട്ടി എന്നിവരെ അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളും രവിയുടെ താവളം മനസ്സിലാക്കാൻ ഉപകരിച്ചിരുന്നു. കൊച്ചിയിൽ നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ നടത്തിയ വെടിവെപ്പിന് പിന്നിൽ രവി പൂജാരിയും സംഘവുമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11:30 ചർച്ച. മുഴുവൻ ദുരിതബാധിതരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ആവശ്യം. റവന്യൂ മന്ത്രി വിളിച്ച ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാവുമെന്നാണ് ദുരിതബാധിതരുടെ പ്രതീക്ഷ. 2017 മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ 1905 പേരെ അടക്കം പട്ടികയിൽ ഉൾപ്പെടുത്തി ചികിത്സ സൗജന്യമാക്കുക, ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നീ 14 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ സമരം. ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ദുരിതബാധിതർ വ്യക്തമാക്കി. ഇനിയൊരു ആവശ്യം പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഈ കുട്ടികൾക്കോ അമ്മമാർക്കോ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അമ്മമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുഴുവൻ ഗവൺമെൻറ് തീരുമാനം എടുത്തതാണ്. അത് ന്യായമാണെന്ന് പൊതുസമൂഹത്തിനറിയാം, എല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇതിനകത്ത് ഈ സമരത്തിനകത്ത് പറയുന്നത്. സമരം പൊളിക്കാൻ ശ്രമങ്ങളുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി ആരോപിച്ചു. ഇപ്പൊ സംഭവിക്കുന്ന മുഴുവനും ഈ സമരത്തെ പൊളിക്കാനും ഇതിനെ തടയാനും ഞങ്ങൾക്ക് സമരം ചെയ്യണമെന്നും ഒരു താല്പര്യമില്ല. ഇവർക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യരെ പോലെയുള്ള കൺസിഡറേഷനോടുകൂടി അവരുടെ അവകാശങ്ങൾ, ചികിത്സ, ഈ ലിസ്റ്റ് ഇവരെല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നാണ് പറയുന്നത്. 2016 സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് സമരസമിതിയുടെ ആരോപണം. രോഗബാധിതരായ കുട്ടികളുമായാണ് അമ്മമാരുടെ സമരം. സാമൂഹ്യ പ്രവർത്തക ദയാഭായി അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ പട്ടിണി സമരത്തിലുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 4:30 കൊച്ചി നാവിക വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി തേവര കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. KV തോമസ് MPയുടെ വിദ്യാധനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന കിൻഡലുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന ഉപരാഷ്ട്രപതി നാളെ രാവിലെ 10:30 നാവിക വിമാനത്താവളത്തിൽ നിന്നും കോട്ടയത്തേക്ക് തിരിക്കും. അവിടുത്തെ ചടങ്ങിന് ശേഷം തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങും. വോട്ടിംഗ് യന്ത്രത്തിനെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് യോഗം വിളിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടന്നുവെന്ന US ഹാക്കറുടെ ആരോപണത്തിന് പിന്നാലെയാണ് യോഗം. 50% VVPAT രസീതുകൾ എണ്ണണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരും. ആവശ്യത്തിൽ സമവായമായാൽ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യം ഉന്നയിച്ചേക്കും. വോട്ടിംഗ് യന്ത്രത്തിന് പകരം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്ന CPM ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീംകോടതിയും നേരത്തെ തള്ളിയിരുന്നു. പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി ഇന്ന് വീണ്ടും യോഗം ചേരും. ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 80 പേരുകൾ സമർപ്പിച്ചതിനാൽ ഓരോരുത്തരുടെയും സർവീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ്, കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. അതേസമയം CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെ ചോദ്യം ചെയ്ത് കോമൺ കോസ് നൽകിയ ഹർജി പുതിയ സുപ്രീംകോടതി ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അടക്കം 3 ജഡ്ജിമാർ പിന്മാറിയ സാഹചര്യത്തിൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുക. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി നടക്കുന്ന തന്റെ 2ാമത്തെ കൂടിക്കാഴ്ചയുടെ വേദി അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഉത്തര കൊറിയയുമായുള്ള ബന്ധം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും
ഇതിനാലാണ് കിമ്മുമായി രണ്ടാം തവണയും കൂടിക്കാഴ്ച നടത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇരു നേതാക്കളും തമ്മിൽ കഴിഞ്ഞ വർഷം സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഒന്നാം കൂടിക്കാഴ്ച ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. വിയറ്റ്നാം, തായ്ലാന്റ്, ഹവായി, സിംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിലൊന്ന് കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയിൽ രാഷ്ട്രീയ പ്രതിസന്ധി അയവില്ലാതെ തുടരുന്നു. തന്നെയും കുടുംബത്തെയും സർക്കാർ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗൈഡോ രംഗത്ത് വന്നു. തന്നെയും ഭാര്യയും അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തിയെന്ന് ഗൈഡോ മാധ്യമങ്ങളോട് പറഞ്ഞു. വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ എതിർത്ത് രംഗത്ത് വന്ന ജുവാൻ ഗൈഡോ രാജ്യത്തിന്റെ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചിരുന്നു. യുഎസും മറ്റ് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഗൈഡോയെ പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയും ചൈനയും നിക്കോളാസ് മഡുറോയെയാണ് പിന്തുണയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് വെനസ്വേലയുടെ പ്രസിഡന്റായി മഡുറോ വീണ്ടും അധികാരത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നുവെങ്കിലും അവ കാര്യമാക്കാതെ കഴിഞ്ഞ മാസം 10-ന് മഡുറോ പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റിരുന്നു. രൂക്ഷമായ വിലകയറ്റവും കറൻസിയുടെ മൂല്യമിടിയുന്നതും മൂലം ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് നടക്കുന്നത്. യുഎസിൽ കനത്ത ശൈത്യത്തിൽ 8 പേർ മരിച്ചു. ചിക്കാഗോ, മിനിസോട്ട, ബോസ്റ്റൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം കനത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മാത്രമാണ് കനത്ത ശൈത്യം അനുഭവപ്പെടാത്തത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ചിക്കാഗോയിലെ 2 രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട 4000-ത്തിലധികം സർവീസുകൾ മുടങ്ങി. 9000-ത്തിലധികം വിമാന സർവീസുകൾ മോശം കാലാവസ്ഥയെ തുടർന്ന് രാജ്യത്താകെ റദ്ദാക്കിയിട്ടുണ്ട്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിക്ക് മനംമാറ്റം. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കമ്പനി മേഖലയിൽ കാർഷിക സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ തുടങ്ങും. പദ്ധതിക്ക് അനുകൂലമായ നിലപാട് പെരുമാട്ടി പഞ്ചായത്ത് സ്വീകരിച്ചതോടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് കമ്പനിയുടെ നീക്കം. പഴച്ചാർ നിർമ്മാണം ഉൾപ്പെടെയുള്ള പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെയാണ് കൊക്കക്കോള പ്ലാച്ചിമടയിലെ പദ്ധതികൾ ഉപേക്ഷിച്ച് ഇവിടുത്തെ 34 ഏക്കർ സ്ഥലവും കെട്ടിടവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത്. 3 ഘട്ടങ്ങളിലായി 5 വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ കമ്പനി പെരുമാട്ടി പഞ്ചായത്തിന് സമർപ്പിച്ചു. ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തുടർന്ന് കാർഷിക വികസന പ്രവർത്തനങ്ങളുമാണ് നടപ്പിലാക്കുക. ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ആവണമെങ്കിൽ 2 to 3 years ആവും. വേരിയസ് ഫേസ് ആയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയുണ്ട് അത് 0 to 1 year അത് കംപ്ലീറ്റ് ആവും. പ്ലാച്ചിമടയുമായി ചേർന്ന് നിൽക്കുന്ന 5 വില്ലേജുകളിലുള്ളവർക്ക് പദ്ധതി പ്രയോജനം ചെയ്യും. വ്യവസായ പദ്ധതികൾ തുടങ്ങരുതെന്ന നിബന്ധനയോടെ പദ്ധതിക്ക് അനുമതി നൽകാൻ പെരുമാട്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, വിപുലമായിട്ടൊരു കാർഷിക യൂണിവേഴ്സിറ്റി പോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പുതിയ പദ്ധതിയോട് നാട്ടുകാർക്കും അനുകൂല നിലപാടാണുള്ളത്. ഇങ്ങനെയുള്ളൊരു നല്ല പൊതുസേവനമായി വരികയാണെങ്കിൽ ജനങ്ങളായിട്ടും അവർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. 2000-ലാണ് പ്ലാച്ചിമടയിൽ കൊക്കക്കോള പ്ലാന്റ് തുടങ്ങുന്നത്. പിന്നീട് കമ്പനി നടത്തിയ ജലചൂഷണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ സമരം നടത്തുകയും 2004-ൽ കമ്പനി അടച്ചുപൂട്ടുകയും ചെയ്തു. കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനായി സർക്കാർ പാസാക്കിയ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതി ഒപ്പിടാത്തതിനാൽ നടപ്പിലായിട്ടില്ല. പുതിയ ബിൽ പാസാക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഇതിനിടെയാണ് പ്ലാച്ചിമടയിൽ സാമൂഹ്യക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ കൊക്കക്കോള ഒരുങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. കൊച്ചിയിൽ ആളെ തട്ടിക്കൊണ്ടുപോയ കാർ ഇടിപ്പിച്ച് ബൈക്ക് യാത്രികനെ കൊന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചൊവ്വാഴ്ച പനമ്പള്ളി നഗറിനടുത്ത് കൊച്ചി ഷിപ്പ്യാർഡിന്റെ പുതിയ കെട്ടിടത്തിന് സമീപം പോലീസിന്റെയും നാട്ടുകാരുടെയും കൺമുന്നിൽ അരങ്ങേറിയ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഫേസ്ബുക്കിലെ സൗഹൃദത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണ് പെരുമ്പാവൂർ സ്വദേശി വിനീതിനെ തട്ടിക്കൊണ്ടുപോയത്. 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി കൊല്ലുമെന്നായിരുന്നു ഭീഷണി. എന്നാൽ വഴിയിൽ പോലീസിന്റെ വാഹന പരിശോധന നടക്കുന്നതിനാൽ കാറിന്റെ വേഗത കുറച്ചപ്പോൾ വിനീത് ഡോർ തുറന്ന് ചാടി രക്ഷപ്പെട്ടു. വിനീത് വഴി പോലീസ് വിവരമറിഞ്ഞ് പിന്തുടരുമെന്ന ഭയത്തിൽ പ്രതികൾ കാറിന്റെ വേഗത കൂട്ടി. അമിത വേഗത്തിൽ പായുന്നതിനിടെയാണ് മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരനെ ഇടിച്ച് താഴെയിട്ട ശേഷം ശരീരത്തിലൂടെ കാർ ഇടിച്ച് കയറ്റുന്നത്. ബൈക്ക് യാത്രക്കാരനായ കുമ്പളന്നി സ്വദേശി തോമസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ജീവൻ നഷ്ടമായി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ജോൺ പോൾ, ലൂതർ ബെൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപകടത്തിന് ശേഷം ഈ കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ പാലക്കാട്ടേക്ക് കടന്ന പ്രതികളെ അവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. ഗാന്ധി വധം പുനരാവിഷ്കരിച്ച ഹിന്ദു മഹാസഭയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ഗോഡ്സെയെ തൂക്കിലേറ്റിയാണ് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധിച്ചത്.
രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിവധം പുനരാവിഷ്കരിച്ച ഹിന്ദു മഹാസഭയ്ക്കെതിരെ സംസ്ഥാനത്തെങ്ങും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഗോഡ്സെയെ തൂക്കിലേറ്റിയും കോലം കത്തിച്ചുമായിരുന്നു പലയിടങ്ങളിലും പ്രതിഷേധം. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്തായിരുന്നു പ്രതിഷേധം. ഇതിനെതിരെ രാജ്യത്തെ മതസൗഹാർദ്ദ വിരുദ്ധ ആശയത്തിന്റെ മൊത്തം പേരിൽ ഹിന്ദു മഹാസഭ കൂടി ഇത്തരം അധികാര സംഘടനകൾക്കൊപ്പം ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അതിൻ്റെ അഫിലിയേഷനോ അതിൻ്റെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളതല്ല, ഇവരൊക്കെ ഒരേ ആശയത്തെ പേറുന്നു എന്നുള്ളതാണ് ഇന്നലകളിലും അതേപോലെ വർത്തമാനകാല രാഷ്ട്രീയമൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നത്. KSU പ്രവർത്തകരും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഗോഡ്സെയെ തൂക്കിലേറ്റ് പ്രതിഷേധിച്ചു. കോഴിക്കോട്ട് DCC പ്രസിഡന്റ് T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഹിന്ദു മഹാസഭയുടെ വെബ്സൈറ്റ് കേരള സൈബർ വാരിയേഴ്സ് ഹാക്ക് ചെയ്തിരുന്നു. ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ വെടിയുതിർത്ത ഹിന്ദു മഹാസഭ വനിതാ നേതാവ് പൂജ ശകുൻ പാണ്ഡെയുടെ ഫേസ്ബുക്ക് പേജിലും മലയാളികളുടെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാന ബജറ്റിൽ ഇടുക്കിയെ പൂർണ്ണമായും അവഗണിച്ചുവെന്നാരോപിച്ച് ജില്ലയിൽ ഇന്ന് കോൺഗ്രസ് കരിദിനം ആചരിക്കും. നിയോജക മണ്ഡലം ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. മറ്റു പല ജില്ലകൾക്കും പ്രത്യേക പരിഗണന നൽകിയപ്പോഴാണ് ഇടുക്കിയെ അവഗണിച്ചിരിക്കുന്നത് എന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ ആരോപിച്ചു. കുട്ടനാട് പോലെ തന്നെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ട പ്രദേശങ്ങളാണ് ഇടുക്കി ജില്ലയിലെ പ്രളയ ദുരന്ത മേഖലകളെല്ലാം. പക്ഷേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഇടുക്കിയെ അവഗണിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഒരു സ്വപ്ന ബഡ്ജറ്റായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രതീക്ഷകൾ വിതറി തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിക്കുക എന്നത് മാത്രമാണ് ഈ ബഡ്ജറ്റിൻ്റെ ലക്ഷ്യം. കാർഷിക മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന കർഷക ആത്മഹത്യകൾക്ക് പരിഹാരമെന്ന നിലയിൽ ജില്ലയിലെ പൂർണ്ണമായ ജപ്തി നടപടികൾ നിർത്തിവെക്കണം. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച സ്വകാര്യ സ്കൂളിന്റെ ആഘോഷം. കഴക്കൂട്ടം മൺവിളിയിൽ പ്രവർത്തിക്കുന്ന NGM സ്കൂളിന്റെ വാർഷികാഘോഷമാണ് ഗതാഗതക്കുരുക്കുണ്ടാക്കിയത്. ദേശീയപാതയുടെ മധ്യത്തിൽ വരെ സ്കൂളിലെത്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തു. സ്കൂളിനകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ടായിട്ടും വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. സ്ഥലങ്ങൾ ഏറെ കൊണ്ടുവച്ചിട്ട് ആനിവേഴ്സറി നടത്തണം. എന്തിനാ മനുഷ്യരെ ബ്ലോക്കാക്കുന്നത്? ഈ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര മണിക്കൂർ കൊണ്ട് ഇവിടെ ആൾക്കാർ ബ്ലോക്കായി നിൽക്കുകയാണെന്നറിയോ? ഇത് ചോദിക്കാനും പറയുമ്പോൾ പോലീസും ഇല്ല, പട്ടാളവും ജനങ്ങൾ ആരുമില്ല. മൊത്തത്തിൽ അടച്ചിരിക്കുകയാണ് ഇവിടെ. സ്കൂളിന് പാർക്ക് ചെയ്യാൻ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്. ഏക്കർ കണക്കിന് ഏരിയ അവിടെ കിടക്കുകയാണ്. അവർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കില്ല. MGM സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയാണ് ദേശീയപാതയിൽ ദീർഘനേരം ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. സ്കൂളിനകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ട്. എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റ് അടച്ചു പൂട്ടിയതോടെ വാഹനങ്ങളുടെ പാർക്കിംഗ് പുറത്തായി. സർവീസ് റോഡ് മുതൽ ദേശീയപാതയുടെ മധ്യത്തിൽ വരെ വാഹനങ്ങൾ നിറഞ്ഞതോടെ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ നീണ്ടു. 4 പോലീസുകാർ മാത്രമാണ് ഗതാഗത നിയന്ത്രണത്തിന് ഉണ്ടായിരുന്നത്. ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം ഗതാഗത നിയന്ത്രണമുണ്ട്. ഇതിനിടയിലായിരുന്നു സ്കൂളിന്റെ വാർഷികാഘോഷം. സ്കൂളിന്റെയാണ് രാവിലെ വൈകിട്ട് സ്കൂളിന്റെ തിരക്ക് തന്നെയാണ്, MGMന്റെ തിരക്ക് തന്നെയാണ്. ആ റോഡിന്റെ നടുക്ക് പാർക്ക് ചിലവർ പാർക്ക് ചെയ്തിട്ട് അങ്ങ് ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോവുക, അവരുടെ റോഡ് പോലെ ഇട്ടിട്ട് അങ്ങ് പോവുക. പിന്നെ നമ്മളെ പോലുള്ളവരത്തെ ഈ പോലീസുകാർക്ക് ചാടാൻ പറ്റത്തുള്ളൂ. അതാണ് അവസ്ഥ. സ്കൂളിനകത്ത് പാർക്കിംഗ് സൗകര്യമുണ്ടായിട്ടും വാഹനങ്ങൾ കയറ്റാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും മാക്സിമം നമുക്ക് പാരന്റ്സിനകത്തിടാനേ പറ്റുള്ളൂ. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതും കൊണ്ടുപോകുന്നതുമായ വാഹനങ്ങൾ സ്കൂളിനകത്തേക്ക് കയറ്റാത്തത് മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെ തുടർന്ന് നേരത്തെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.